ഒരു കാട്ടിൽ ഒരു ആനക്കുടുംബം താമസിച്ചിരുന്നു. ഒരു കൊമ്പനാനയും പിടിയാനയും അവരുടെ 2 മക്കളും അടങ്ങുന്നതായിരുന്നു ആ കുടുംബം. മക്കളിൽ ഇളയവൻ മഹാവികൃതിയായിരുന്നു. ഒരു ദിവസം ആ ആനക്കുടുംബം കാട്ടിലെ പുഴയിൽ കുളിക്കാനെത്തി. കുളിക്കുന്നതിനിടയിൽ കുട്ടിയാന പല വികൃതികളും കാട്ടിക്കൊണ്ടേയിരുന്നു. മോനെ, പുഴയിൽ നല്ല ഒഴുക്കുണ്ട്, സൂക്ഷിക്കണം. അതെ അതെ, ഇവന് ഈയിടെയായി കുസൃതി ഇത്തിരി കൂടുന്നുണ്ട്. എടാ വികൃതി, മര്യാദയ്ക്ക് നിന്ന് കുളിക്കടാ. ഈ സമയം പുഴയുടെ വക്കത്തുള്ള ഒരു മരത്തിൽ ഒരു കുഞ്ഞിക്കുരുവി ഇരിക്കുന്നുണ്ടായിരുന്നു. കുട്ടിയാനയുടെ കുസൃതികളെല്ലാം കുഞ്ഞിക്കുരുവി കാണുന്നുണ്ടായിരുന്നു. അവൾക്ക് അതിൽ വളരെ കൗതുകം തോന്നി. ഹായ്, എന്ത് രസമാണ് അവന്റെ കളികൾ കാണാൻ. ആനക്കുട്ടിയോട് കൂട്ടുകൂടണമെന്ന് കുഞ്ഞിക്കുരുവി ആഗ്രഹിച്ചു. നീ കളിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. നീ ഒരു മിടുക്കൻ തന്നെ. നമുക്ക് കൂട്ടുകാരാവാം. നമുക്ക് കൂട്ടുകാരാവാമെന്നോ? ഇങ്ങനെ ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഞാനൊരു ആനക്കുട്ടിയാണ്, കരയിലെ ജീവികളിൽ വെച്ച് ഏറ്റവും വലിയ ജീവി. നീയാണെങ്കിൽ നിസാരനായൊരു പക്ഷിക്കുഞ്ഞു. നമ്മൾ തമ്മിൽ എങ്ങനെ തുല്യരാകും? ഓ, അങ്ങനെയാണോ കാര്യം? ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ട് ചോദിച്ചതാ. തെറ്റാണെങ്കിൽ ക്ഷമിച്ചേക്ക്. ആനക്കുട്ടനോട് കൂട്ടുകൂടാനാവാതെ പാവം കുഞ്ഞിക്കുരുവി നിരാശനായി അവിടെ നിന്നും പറന്നുപോയി. അഹങ്കാരിയായ കുട്ടിയാന അവന്റെ കുസൃതികൾ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ കുളി കഴിഞ്ഞ് അവർ വനത്തിനുള്ളിലേക്ക് മടങ്ങി. പോകുന്ന വഴിയിൽ ഒരു കരിമ്പിൻ തോട്ടം ആനക്കുട്ടന്റെ കണ്ണിൽ പെട്ടു. അമ്മയും അച്ഛനും കാണാതെ പമ്മി പമ്മി അവൻ കരിമ്പിൻ കൂട്ടത്തിനിടയിൽ മറഞ്ഞു. ഇതൊന്നും അറിയാതെ മറ്റു മൂവരും മുന്നോട്ട് നടന്നു നീങ്ങി. എന്നാൽ അവരെല്ലാം പറ്റിച്ചല്ലോ എന്ന ഭാവത്തിൽ ആനക്കുട്ടി കരിമ്പിൻ കാട്ടിൽ നിന്ന് കരിമ്പുകൾ ഓടിച്ച് കഴിക്കുവാൻ തുടങ്ങി. ഹായ്, ഇതിനെന്തൊരു മധുരം. കൊള്ളാം. ഇവിടെ എത്തിയതിന്റെ ഭാഗ്യം തന്നെ. അവിടെ നിന്ന കരിമ്പിൻ ചെടികൾ അവൻ ഒന്നൊന്നായി ഓടിച്ചിടുകയും അവയിൽ ചിലത് കഴിക്കുകയും ചെയ്തു. അയ്യോ, വേട്ടക്കാർ! പേടിച്ചു ഭയന്ന കുട്ടിയാന ലക്ഷ്യമില്ലാതെ ഓടി. അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ, അയ്യോ! അവൻ ദയനീയമായി അലറിക്കരയാൻ തുടങ്ങി. കൂട്ടം തെറ്റി എവിടെയോ എത്തിയ കുട്ടിയാന വഴി അറിയാതെ കുഴങ്ങി.
അവൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. അയ്യോ, എന്റെ അച്ഛനും അമ്മയും, ഞാൻ ഇനി എങ്ങോട്ട് പോകും? അമ്മേ, അമ്മേ. എന്നാൽ ആ സമയം കുരുവിപ്പെണ്ണ് ആനക്കുട്ടന്റെ കരച്ചിൽ കേട്ടു. അവിടേക്ക് അവൾ പറന്നു ചെന്നു. ഒരു മരച്ചുവട്ടിലിരുന്ന് കരയുന്ന ആനക്കുട്ടിയെയാണ് കുരുവി കണ്ടത്. ആനക്കുട്ടാ, നീ എന്തിനാ കരയുന്നത്? എന്തു പറ്റി? എനിക്ക് വഴി തെറ്റി. എനിക്ക് എന്റെ അച്ഛനെയും അമ്മയെയും കാണണം. നീ എങ്ങനെ ഇവിടെ എത്തി? ഞാൻ നിന്നെ പിന്തുടരുകയായിരുന്നു. കാരണം നിനക്ക് ഇത്തിരി അഹങ്കാരമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അഹങ്കാരം ആപത്തിൽ കൊണ്ടെത്തിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അയ്യോ, എനിക്ക് പേടിയാകുന്നു. ഏയ്, പേടിക്കണ്ട. നിന്നെ ഞാൻ രക്ഷിക്കാം. എന്റെ കൂടെ പോന്നോളൂ. ഞാൻ നിന്റെ അച്ഛന്റെയും അമ്മയുടെയും അടുത്തെത്തിക്കാം. കുരുവിപ്പെണ്ണ് മുൻപിൽ പറന്ന് വഴി കാട്ടി. ആനക്കുട്ടൻ കുരുവിയെ പിന്തുടർന്നു. അങ്ങനെ കുഞ്ഞിക്കുരുവി കുട്ടിയാനയെ അച്ഛന്റെയും അമ്മയുടെയും അടുത്തെത്തിച്ചു. മോനെ, നീ എവിടെയായിരുന്നു? അമ്മേ, എനിക്ക് വഴി തെറ്റി. ഈ കുരുവി പെണ്ണാണ് എന്നെ രക്ഷിച്ചത്. വലിയവനെന്നും ചെറിയവനെന്നും നമ്മൾ ആരെയും വില കുറച്ച് കാണരുത്. ആപത്തിൽ സഹായിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. എന്റെ അഹങ്കാരമാണ് എന്നെ ആപത്തിൽ കൊണ്ടെത്തിച്ചത്. കുരുവി പെണ്ണെ, നീയാണ് എന്നെ രക്ഷിച്ചത്. നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നമ്മൾ ഇനി എന്നും നല്ല സുഹൃത്തുക്കളായിരിക്കും. അഹങ്കാരം ആപത്താണ്. സ്നേഹമാണ് ഏറ്റവും വലുത്. സ്നേഹമുള്ളവർക്കേ കൂട്ടുകൂടാൻ കഴിയൂ.